ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ആ ദിവസം ഇങ്ങ് വന്നെത്തി കേട്ടോ, എൻ്റെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ പഴയ വീഡിയോസ് എല്ലാം കാണേണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലാണ് കാണിച്ചത്. അങ്ങനെ നമ്മളോട് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് വരുമ്പോൾ 9 മണിക്ക് എത്തിയിട്ട് ലാബ് റൂമിലേക്ക് നേരെ കയറിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാവരോടും ചോദിക്കാൻ പറയുകയെല്ലാം ചെയ്ത് നേരെ ലാബ് റൂമിലേക്ക് കയറി. പക്ഷേങ്കിൽ അന്നപ്പം എനിക്കൊരു തീരെ പെയിൻ ഇല്ലേനു. എന്തെല്ലാം അസ്വസ്ഥതയൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷേ പെയിൻ എനിക്ക് ഇതുവരെ അതിൻ്റെ മുൻപായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു 2 മണി ഇങ്ങനെ ആയപ്പോൾ എനിക്ക് തീരെ പെയിൻ വരാത്തതുകൊണ്ട് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. ട്യൂബ് ഇട്ടിട്ട് വേദന വരിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ അഫ്റ്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ അഫ്റ്റി എനിക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ ഓൻ വരുന്നവരെ കുറച്ച് നേരം പുറത്തേക്ക് നിന്ന് പിന്നെ ഓൻ വന്നപ്പോൾ ഒപ്പിടിപ്പിച്ചിട്ട് പിന്നെ നേരെ ഞാൻ ലാബ് റൂമിലേക്ക് കയറിക്കും. പിന്നെ എൻ്റെ ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പുറം ലോകം കണ്ടിക്കുള്ളൂ. അതുവരെ ഞാൻ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ബേബി ബോയ് അതിനോട്ടാ. ഞാൻ 2:30 ആകുന്നപ്പോഴേക്ക് റൂമിലെത്തിന്. രാവിലെ 9:30 ഞാൻ പ്രസവിച്ചത്. 9:29 ഇങ്ങനെ പ്രസവിച്ചത്. എന്നിട്ട് കറക്റ്റ് ഒരു 2:30 ഞാൻ ഇങ്ങനെ റൂമിലെത്തിന്. ഇങ്ങനെ റൂമിലെത്തിയിട്ട് അഫ്റ്റിനൊക്കെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം 9 മണിക്ക് കയറി. രാവിലെ 9 മണിക്ക് കയറിയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഞാൻ ട്യൂബ് ഇടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമ്മതപത്രത്തിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി ക്ലിനിക്ക്. എന്നിട്ട് ഒപ്പിടിപ്പിച്ചിട്ട് പിന്നെ കയറിയിട്ട് പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം 2:30 ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുവരെ ഞാൻ ലാബിൽ ഒന്ന് കുറേ ചോദിച്ചിന്, പെയിന് സഹിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ചോദിച്ചിന്. ഒന്നൊന്ന് വീട്ടുകാരെ കണ്ടാൽ കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡിനെ എല്ലാവരെയും കാണുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് കണ്ടോട്ടെ, അല്ലെങ്കിൽ ഓരിങ്ങോട്ടേക്ക് വിളിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിന്. പക്ഷേങ്കിലൊരു സമ്മതിച്ചൊക്കെ ഇല്ല. പിന്നെ ലാബ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയല്ലോ കാട്ടിക്കൂട്ടിക്ക്. പക്ഷെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ വീട് നല്ല ലെങ്ത് ആയിപ്പോകും. കുറേ ഇട്ട് പറയാൻ കുറേ സംഭവങ്ങൾ എന്തൊക്കെയല്ലോ നടന്ന് കൂട്ടിക്ക്. അതൊക്കെ പറയാമെന്ന് വെച്ചാൽ വീട് നല്ല ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അത് വേറെ തന്നെ ഒരു ഡെലിവറി സ്റ്റോറി ആയിട്ട് പറയുന്നൊരു വീഡിയോ വേറെ തന്നെ ചെയ്തു തരാം. ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ അഫ്റ്റിനോട് കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇന്നെ ഫസ്റ്റ് കുഞ്ഞിനെ വാങ്ങണം, ഇങ്ങനെ സംസം വെള്ളം തൊട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കലെല്ലാം ഇന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അന്നേരം പറഞ്ഞിക്കേ ഇല്ല, എനിക്ക് പേടിയാണ് കുഞ്ഞിനെ എടുക്കാൻ. ചെറിയ കുഞ്ഞിനൊന്നും അവനെ എടുത്ത് ശീലമില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് എടുക്കാനൊക്കെ. അന്നെല്ലാം പറഞ്ഞിട്ട് എടുക്കൂല എന്നൊക്കെ പറഞ്ഞേക്കും. ഞാനൊന്നും ചെയ്യൂല, എനിക്ക് പേടിയാണ്. ബാങ്ക് കൊടുക്കും പക്ഷേ വേറൊന്നും ഞാൻ ചെയ്യൂല, ഞാൻ തൊടൂല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിന്. പക്ഷേങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓൻ്റെ അടുക്ക് എന്നേനും കുഞ്ഞിന് ഓന് ആരെടുക്കും കൊടുക്കുന്നില്ല. പാൽ കൊടുത്ത് ഞാൻ പിന്നെ ഓൻ്റെ അടുക്ക് തന്നെ കൊടുക്കും. ഓൻ്റെ നിലത്ത് വെക്കുന്നുമില്ല, ആരെടുക്ക് കൊടുക്കുന്നുമില്ല. ഓൻ തന്നെ പിടിച്ച് കുത്തുന്നതായിരുന്നു. അങ്ങനെ
പിന്നെ ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്ന്. പക്ഷേങ്കിൽ നമ്മളോട് ഒരു ദിവസം കൂടി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. കുട്ടിക്ക് മഞ്ഞുണ്ട്, ഒരു ദിവസം NICU കിടത്തണം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ. പക്ഷേങ്കിൽ പിറ്റേ ദിവസം അനിയൻ പോകുന്നേ ഗൾഫിൽ. അപ്പോൾ ഉമ്മാക്കും ആർക്കും നേരം നിൽക്കാൻ പറ്റില്ലല്ലോ, പോകുന്നതിൻ്റെ ഒരുക്കപ്പാടുകൾ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഓമശ്ശേരി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് 2.5 മണിക്കൂറത്തെ ദൂരം ഉണ്ടല്ലോ. അപ്പം നമ്മളെ നാട്ടിലത്തെ ഇവിടുത്തെ വടകരത്തെ NICU ഇടാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് ഡിസ്ചാർജ് വാങ്ങിയതാണ്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ CM നമ്മളെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ പറഞ്ഞ് NICU ഒന്നും ഇടണ്ട, ലൈറ്റിൻ്റെ അടിയിൽ വെക്കാനില്ല, അത് ലൈറ്റ് റൂമിൽ കൊണ്ടു തന്നിട്ട് റൂമിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി. നമ്മളടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. NICU എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇതാക്കുമ്പോൾ നമുക്ക് പിന്നെ അവനെ കാണാനൊന്നും പറ്റില്ലല്ലോ, അവിടെ എന്താ നടക്കുന്നത് കരയോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. റൂമിൽ തന്നെ ആയപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 7ാമത്തെ ദിവസേനും കുഞ്ഞിൻ്റെ മുടി കളച്ചിലുണ്ടായത്. പിന്നെ അഫ്റ്റയെ പിടിച്ചില്ല. അഫ്റ്റ കാരണം ഇത്രയും നല്ലോണം കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നപ്പോൾ എനിക്ക് പേടിച്ചിട്ടാകുമ്പോൾ നിങ്ങളിൻ്റെ പിടിച്ചോട്ട് നിൽക്കുന്നു പറഞ്ഞിട്ട് ഉമ്മാക്ക് കൊടുക്കുക. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 10ാമത്തെ ദിവസം ഞാൻ മോം കെയർ ആയുർവേദയിൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളെല്ലാമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.